Network News is brought to you in association with Malabar Gold and Diamonds. Celebrate the beauty of life. Coloracals Gold Park, Payyannur. പയ്യന്നൂർ റൂറൽ ബാങ്ക് വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 70 വർഷങ്ങൾ. ഫർണിച്ചർ സെന്റർ പയ്യന്നൂർ നിങ്ങളോടൊപ്പം. വിദ്യാമന്ദിർ കോളേജ് താഴത്തുവയൽ പെരുമ്പ പയ്യന്നൂർ. വിദ്യാമന്ദിർ കോളേജ് ഗാന്ധി പാർക്കിന് സമീപം പയ്യന്നൂർ. ഫസ്റ്റ് ഫ്ലോർ സിറ്റി സെന്റർ ഓപ്പോസിറ്റ് സെന്റ് മേരി സ്കൂൾ പയ്യന്നൂർ. Zia Gold and Diamonds, the purest bond, opposite SBI Main Road, Trikkaripur. രണ്ടില ചിഹ്നം ജോസ് വിഭാഗത്തിന് പി.ജെ. ജോസഫിന്റെ ഹർജി തള്ളി. നെറ്റ്വർക്ക് ന്യൂസ് അവറിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കോവിഡ് മഹാമാരിയുടെ മറവിൽ സംസ്ഥാനത്ത് പിണറായി സർക്കാർ നടത്തിയത് കോടാനുകോടിയുടെ അഴിമതിയാണെന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി. പയ്യന്നൂർ മുനിസിപ്പൽ തെരഞ്ഞെടുപ്പ് കൺവെൻഷനും തെരഞ്ഞെടുപ്പ് കമ്മിറ്റി രൂപീകരണവും എം പി ഉദ്ഘാടനം ചെയ്തു. തന്നിഷ്ടപ്രകാരമുള്ള ഭരണമാണ് LDF കാഴ്ചവെച്ചതെന്ന് BJP നേതൃത്വം. ബോംബ് ഭീഷണിയുടെ പശ്ചാത്തലത്തിൽ ഏഴിമല നേവൽ അക്കാദമി പരിസരത്ത് പരിശോധന കർശനമാക്കി. ബോംബ് സ്ക്വാഡിന്റെയും ഡോഗ് സ്ക്വാഡിന്റെയും നേതൃത്വത്തിലായിരുന്നു പരിശോധന. പരിയാരം ഗവൺമെന്റ് ആയുർവേദ മെഡിക്കൽ കോളേജിൽ കോവിഡ് മുക്തർക്കുള്ള പ്രത്യേക ചികിത്സാ പദ്ധതിയായ പുനർജനിയുടെ വിപുലമായ ഗവേഷണ ക്ലിനിക് ആരംഭിച്ചു. ക്ലിനിക് ലക്ഷ്യമിടുന്നത് ആരോഗ്യ പ്രശ്നങ്ങൾ പരിഹരിക്കാനും മറ്റു രോഗങ്ങളുടെ തീവ്രത ലഘൂകരിക്കാനും. പരിയാരത്തെ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് പരിസരത്ത് ഉപയോഗിച്ച മാസ്കുകൾ അലക്ഷ്യമായി വലിച്ചെറിയുന്നു. നടപടി വേണമെന്ന് പ്രദേശവാസികൾ. ആശുപത്രിയിലേക്കുള്ള റോഡുകൾ തകർന്ന് യാത്ര ദുരിതമാവുന്നതായും ടാക്സി തൊഴിലാളികൾ. സമൂഹ മാധ്യമങ്ങൾ വഴിയുള്ള പുത്തൻ തെരഞ്ഞെടുപ്പ് പ്രചരണം ശ്രദ്ധേയമാകുന്നു. സിനിമാ ഡയലോഗുകൾ കോർത്തിണക്കിയുള്ള പ്രചരണ പോസ്റ്ററുകൾക്ക് വൻ ഡിമാൻഡ്. വെള്ളിയാഴ്ച മുതൽ ഗോവയിലെ മൈതാനത്ത് പന്തുരുളുമ്പോൾ ഫുട്ബോൾ ആവേശം മറച്ചുവെക്കാതെ ഒരു ഫുട്ബോൾ പ്രേമി കാങ്കോലിലും. മലയോരത്തിന്റെ പ്രകൃതി സൗന്ദര്യം പ്രയോജനപ്പെടുത്തി ആഭ്യന്തര വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്ന പദ്ധതി അനിശ്ചിതത്വത്തിൽ. ഇടതുമുന്നണിയുടെ പ്രകടന പത്രികയിൽ പദ്ധതി ഉൾപ്പെടുത്തിയ പ്രതീക്ഷയിൽ മലയോരവാസികൾ. വിശദമായ വാർത്തകളിലേക്ക്. കോവിഡ് മഹാമാരിയുടെ മറവിൽ സംസ്ഥാനത്ത് പിണറായി സർക്കാർ നടത്തിയത് കോടാനുകോടിയുടെ അഴിമതിയാണെന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി. തന്നിഷ്ടപ്രകാരമുള്ള ഭരണമാണ് LDF കാഴ്ചവെച്ചതെന്ന് BJP. കാണാം ജനവിധി 2020. കോവിഡ് മഹാമാരിയുടെ മറവിൽ സംസ്ഥാനത്ത് പിണറായി സർക്കാർ നടത്തിയത് കോടാനുകോടിയുടെ അഴിമതിയാണെന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ MP ആരോപിച്ചു. UDF പയ്യന്നൂർ മുനിസിപ്പൽ തെരഞ്ഞെടുപ്പ് കൺവെൻഷനും തെരഞ്ഞെടുപ്പ് കമ്മിറ്റി രൂപീകരണവും ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ അധോലോക സംഘം പ്രവർത്തിക്കുന്നു. അഴിമതിയുടെ നാറിയ കഥകളാണ് ഓരോ ദിവസവും മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും പുറത്തുവരുന്നത്. മുഖ്യമന്ത്രിക്കും കുടുംബത്തിനും ഈ അധോലോക സംഘവുമായി ബന്ധമുണ്ട്. കേന്ദ്ര അന്വേഷണ ഏജൻസി മുഖ്യമന്ത്രിയുടെ ഓഫീസിലെത്തിയപ്പോൾ മുഖ്യമന്ത്രിയും അദ്ദേഹത്തിന്റെ പാർട്ടിയും അന്വേഷണ ഏജൻസികളെ ഭീഷണിപ്പെടുത്തുകയാണ്. മുഖ്യമന്ത്രി നിയമവാഴ്ചയെ വെല്ലുവിളിക്കുകയാണ്. ജനം വെറുപ്പോടും അറുപ്പോടും കാണുന്ന മുന്നണിയായി ഇടതുമുന്നണി മാറിയെന്നും ഉണ്ണിത്താൻ പറഞ്ഞു. നമ്മുടെ രാജ്യത്ത് വ്യവസ്ഥാപിതമായ ഒരു കുറ്റാന്വേഷണ സംവിധാനമുണ്ട്, ഒരു നീതിന്യായ വ്യവസ്ഥയുണ്ട്. നിയമം കയ്യിലെടുക്കാൻ ആർക്കെങ്കിലും അവകാശമുണ്ടോ? നിയമവാഴ്ചയെ വെല്ലുവിളിക്കാൻ ആർക്കെങ്കിലും അധികാരമുണ്ടോ? കേരളത്തിന്റെ മുഖ്യമന്ത്രി കസേരയിൽ ഇരുന്ന് കേരള മുഖ്യമന്ത്രി നിയമവാഴ്ചയെ വെല്ലുവിളിക്കുന്നു, നീതിന്യായ കോടതിയെ വെല്ലുവിളിക്കുന്നു, രാജ്യത്തിന്റെ അന്വേഷണ ഏജൻസികളെ ഭീഷണിപ്പെടുത്തുന്നു, വെടക്കാക്കി തനിക്കാക്കാൻ ശ്രമിക്കുന്നു. എന്താ ഫലം? രാജ്യം അരാജകത്വത്തിലേക്ക് പോകും. ജനങ്ങൾ ആയുധമെടുക്കേണ്ടി വരും. ഒരു മുഖ്യമന്ത്രി നിയമവാഴ്ചയെ വെല്ലുവിളിച്ചാൽ എങ്ങോട്ടാണ് ഈ സംസ്ഥാനം പോകുന്നത്?
ജനാധിപത്യം കാറ്റിൽ പറത്തുകയാണ് CPM ചെയ്യുന്നത്. എതിരാളികളെ നോമിനേഷൻ കൊടുക്കാൻ പോലും അനുവദിക്കാതെ ഭീഷണി മുഴക്കി പിന്മാറ്റുകയാണ് മാർക്സിസ്റ്റ് പാർട്ടി ചെയ്യുന്നത്. ജനാധിപത്യത്തെക്കുറിച്ച് പുറപ്പുറത്ത് കയറി പ്രസംഗിക്കുന്ന ഇടതുമുന്നണിയും പിണറായി സർക്കാരും ജനാധിപത്യ ധ്വംസനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് അനുവദിക്കാൻ ജനാധിപത്യ വിശ്വാസികൾക്കാവില്ല. വരുന്ന തെരഞ്ഞെടുപ്പിൽ ഇതിന് തിരിച്ചടി നൽകുമെന്നും ഉണ്ണിത്താൻ കൂട്ടിച്ചേർത്തു. ഇത്തവണ നിങ്ങൾ അറിയേണ്ടത്, കാസർഗോഡ് ജില്ലയിൽ ചീമേനി എന്ന് പറയുന്ന പഞ്ചായത്തിൽ, മടിക്കൈ എന്ന് പറയുന്ന പഞ്ചായത്തിൽ 19 സീറ്റുകളിൽ കോൺഗ്രസിന് സ്ഥാനാർത്ഥികളില്ല, UDFന് സ്ഥാനാർത്ഥികളില്ല, BJPക്കും ഇല്ല. മടിക്കയിലും ചീമയിലും പോയി എല്ലാ വാർഡിലും മത്സരിക്കാൻ സ്ഥാനാർത്ഥികളെ ഉണ്ടാക്കിയതാണ്. പക്ഷെ നോമിനേഷൻ ഒപ്പിട്ട് കൊടുക്കാൻ ആരും തയ്യാറില്ല, പിന്താങ്ങാനും ആരും തയ്യാറില്ല. എല്ലാ വാർഡിലും സ്ഥാനാർത്ഥികളുണ്ട്. അപ്പോൾ ഒരു ജനാധിപത്യ രാജ്യമായ ഇന്ത്യയിൽ ജനാധിപത്യത്തെക്കുറിച്ച് അധര വ്യായാമം നടത്തുന്ന മാർക്സിസ്റ്റുകാർ ഭരിക്കുന്ന കേരളത്തിൽ പാർട്ടി ഗ്രാമങ്ങൾ സൃഷ്ടിച്ച് എതിരാളിയെ നോമിനേഷൻ പോലും കൊടുക്കാൻ അനുവദിക്കില്ലെന്ന് പറഞ്ഞാൽ എന്ത് ജനാധിപത്യ? ഈനാമ്പേച്ചിക്ക് മരപ്പെട്ടിക്കൂട്ട് എന്നതുപോലെയാണ് അഴിമതി വീരനായ പിണറായി വിജയന് പാർട്ടി സെക്രട്ടറിയായിരുന്ന കോടിയേരി ബാലകൃഷ്ണൻ നിലകൊണ്ടത്. ഒടുവിൽ മകന്റെ മയക്കുമരുന്ന് കടത്തും കേസുമൊക്കെ കോടിയേരിയെ രാഷ്ട്രീയ വനവാസത്തിന് അയച്ചിരിക്കുകയാണ്. പിണറായി സർക്കാരിന്റെ സർക്കസ് കൂടാരത്തിലെ കോമാളിയാണ് ധനമന്ത്രി തോമസ് ഐസക് എന്നും ഉണ്ണിത്താൻ പരിഹസിച്ചു. UDF മുനിസിപ്പൽ ചെയർമാൻ K. ജയരാജ് അധ്യക്ഷത വഹിച്ചു. നഗരസഭ 44 വാർഡുകളിലെയും സ്ഥാനാർത്ഥികളെ ചടങ്ങിൽ പരിചയപ്പെടുത്തി. M. നാരായണൻകുട്ടി, MK രാജൻ, KT സഹദുള്ള, AP നാരായണൻ, S. ഷുക്കൂർ ഹാജി, റഷീദ് കൗവായി, K. ബ്രിജേഷ് കുമാർ, DK ഗോപിനാഥ്, ലളിത ടീച്ചർ, VC നാരായണൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. VKP ഇസ്മായിൽ ചെയർമാനും AP നാരായണൻ ജനറൽ കൺവീനറുമായും M. പ്രദീപ് കുമാർ ട്രഷററായും 501 അംഗ മുനിസിപ്പൽ തല UDF തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയാണ് രൂപീകരിച്ചത്. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിൽ പാലിക്കേണ്ട മാർഗനിർദ്ദേശങ്ങൾ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തിറക്കി. തെളിവില്ലാത്ത ആരോപണങ്ങൾ എതിർകക്ഷിയെക്കുറിച്ചോ അവരുടെ പ്രവർത്തകരെ പറ്റിയോ ഉന്നയിക്കരുത് തുടങ്ങിയ നിർദ്ദേശങ്ങളാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തിറക്കിയിരിക്കുന്നത്. സമുദായങ്ങൾ, ജാതികൾ, ഭാഷാവിഭാഗങ്ങൾ എന്നിവ തമ്മിൽ നിലനിൽക്കുന്ന സംഘർഷങ്ങൾ മൂർച്ഛിക്കുന്നതിനിടയാക്കുന്ന പ്രവർത്തനങ്ങൾ ഉണ്ടാകരുത്. മറ്റ് പാർട്ടികളെക്കുറിച്ചുള്ള വിമർശനം നയപരിപാടികളെക്കുറിച്ച് മാത്രമാകണം. എതിർ രാഷ്ട്രീയ കക്ഷി നേതാക്കളെ വ്യക്തിപരമായി തേജോവധം ചെയ്യുന്നതും അവരുടെ സ്വകാര്യതയെ ഹനിക്കുന്നതുമായ പ്രചാരണം, തെളിവില്ലാത്ത ആരോപണങ്ങൾ എതിർകക്ഷിയെക്കുറിച്ചോ അവരുടെ പ്രവർത്തകരെ പറ്റിയോ ഉന്നയിക്കരുത് തുടങ്ങിയ നിർദ്ദേശങ്ങൾ കമ്മീഷൻ നൽകി. സ്ഥാനാർത്ഥിക്ക് ഇരുചക്രവാഹനം ഉൾപ്പെടെ എത്ര വാഹനങ്ങളും കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ച് ഉപയോഗിക്കാം. വരണാധികാരി നൽകുന്ന പെർമിറ്റ് വാഹനത്തിന്റെ മുൻവശത്ത് കാണത്തക്ക വിധം പ്രദർശിപ്പിക്കണം. അധികാരികൾ നിഷ്കർഷിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ പകരം വാഹനമായി ഒന്നിൽ കൂടുതൽ വാഹനങ്ങൾ ഉപയോഗിക്കാൻ പാടുള്ളൂ. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളോ അവയുടെ കളിസ്ഥലമോ രാഷ്ട്രീയ കക്ഷികൾക്ക് റാലിക്കോ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനോ ഉപയോഗിക്കാൻ പാടില്ല. ആരാധനാലയങ്ങളും തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വേദിയാകരുത്. പൊതുസ്ഥലത്ത് നിലവിലുള്ള നിയമങ്ങൾക്ക് അനുസൃതമായി പ്രചാരണ സാമഗ്രികൾ സ്ഥാപിക്കാം. സ്വകാര്യ സ്ഥാപനങ്ങളിലും സ്വകാര്യ വ്യക്തിയുടെ സ്ഥലങ്ങളിലും പ്രചരണ സാമഗ്രികൾ സ്ഥാപിക്കുന്നതിനും ചുമരെഴുതുന്നതിനും ഉടമയുടെ രേഖാമൂലമുള്ള അനുമതിപത്രം വാങ്ങേണ്ടതാണ്. ഇത് വരണാധികാരിയുടെയോ അധികാരപ്പെട്ട ഉദ്യോഗസ്ഥന്റെയോ മുൻപാകെ 3 ദിവസത്തിനകം സമർപ്പിക്കണം. സ്ഥാനാർത്ഥിയുടെ ഫോട്ടോ, ചിഹ്നം എന്നിവ ആലേഖനം ചെയ്ത തൊപ്പി, മുഖംമൂടി, മാസ്ക് എന്നിവ ഉപയോഗിക്കാം. പ്രചരണത്തിനായി സിനിമ, ടെലിവിഷൻ, സമൂഹമാധ്യമങ്ങൾ എന്നിവ ഉപയോഗിക്കാം. എന്നാൽ പൊതുപ്രചാരണം അവസാനിച്ച ശേഷം ഇവയിലൂടെയുള്ള പ്രചരണം പാടില്ല. പൊതുയോഗം നടത്തുന്ന സ്ഥലവും ജാഥ കടന്നുപോകുന്ന വഴിയും കാണിച്ച് ബന്ധപ്പെട്ട പോലീസ് അധികാരിയിൽ നിന്ന് മുൻകൂർ അനുമതി വാങ്ങേണ്ടതാണ്. ഉച്ചഭാഷിണി ഉപയോഗത്തിനും അനുമതി ആവശ്യമാണ്. രാത്രി 10 മണി മുതൽ രാവിലെ 6 മണി വരെയും പൊതുയോഗം, ജാഥ, ഉച്ചഭാഷിണിയുടെ ഉപയോഗം എന്നിവ പാടില്ല. തുടങ്ങിയ മാർഗനിർദ്ദേശങ്ങളാണ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തിറക്കിയിട്ടുള്ളത്. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. നാമനിർദ്ദേശ പത്രിക സമർപ്പണം പൂർത്തിയായതോടെ പ്രചരണ രംഗത്ത് സജീവമായിരിക്കുകയാണ് BJP പ്രവർത്തകർ. ശക്തമായ പ്രതിപക്ഷമില്ലാത്തതുകൊണ്ട് തന്നെ തന്നിഷ്ടപ്രകാരമുള്ള ഭരണമാണ് LDF കാഴ്ചവെച്ചതെന്നും നിലവിലെ അഴിമതിക്കെതിരെ ശക്തമായ പ്രതിരോധം തീർക്കുമെന്നും BJP നേതാക്കൾ പറഞ്ഞു. പയ്യന്നൂർ നിയോജക മണ്ഡലത്തിലെ മുഴുവൻ ഡിവിഷനുകളിലും മുനിസിപ്പാലിറ്റികളിലും നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചതോടെ ശക്തമായ പ്രചരണമാണ് BJP നടത്തിക്കൊണ്ടിരിക്കുന്നത്. വർഷങ്ങളായി മിക്ക പഞ്ചായത്തുകളും ഭരിക്കുന്ന LDFന് ദുർബലമായ പ്രതിപക്ഷമാണുള്ളത്. അതുകൊണ്ടുതന്നെ പാർട്ടി കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ച് മാത്രമാണ് വികസന പ്രവർത്തനങ്ങൾ നടത്തുന്നത്. ഇനിയൊരു മാറ്റം അനിവാര്യമാണെന്ന വസ്തുത മനസ്സിലാക്കിയാണ് ഇത്തവണ പരമാവധി വാർഡുകളിൽ സ്ഥാനാർത്ഥികളെ നിർത്തിയിരിക്കുന്നതെന്നും അഴിമതിക്കെതിരെ ശക്തമായ പ്രതിരോധം തീർക്കുമെന്നും പയ്യന്നൂർ മണ്ഡലം ജനറൽ സെക്രട്ടറി MP രവീന്ദ്രൻ പറഞ്ഞു. ഇന്നോടുകൂടി നമ്മുടെ
പയ്യന്നൂർ നിയോജകമണ്ഡലത്തിലെ എല്ലാ ഡിവിഷനുകളിലും മുനിസിപ്പാലിറ്റിയുടെയും എല്ലാ ഡിവിഷനുകളിലും നോമിനേഷൻ പൂർത്തീകരിച്ചു. അതുപോലെ തന്നെ അതിൻ്റെ സ്ക്രൂട്ടിനിയും കഴിഞ്ഞിരിക്കുകയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് മുനിസിപ്പാലിറ്റിയും അതുപോലെ തന്നെ പയ്യന്നൂർ നിയോജകമണ്ഡലത്തിൻ്റെ മിക്ക പഞ്ചായത്തുകളും, എന്ന് പറഞ്ഞാൽ എല്ലാ പഞ്ചായത്തുകളും ഏതാണ്ട് LDFൻ്റെ ഭാഗത്ത് തന്നെയാണ്, LDF തന്നെ ഭരിച്ചു വരുന്നത്. ശരിക്കും പറഞ്ഞാൽ തന്നെ മറ്റ് ചില പഞ്ചായത്തുകളിൽ പ്രതിപക്ഷമില്ലാത്തതിനാൽ തന്നെ വളരെ ദുർബലമായ പ്രതിപക്ഷമാണ്. അവർ ശരിയായ രീതിയിൽ പഞ്ചായത്തിൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ഈ പ്രതിപക്ഷത്തിന് സാധിച്ചിരുന്നില്ല. ഭരണപക്ഷത്തിന് എന്ത് തോന്നുന്നു അത്തരത്തിലുള്ള വികസനങ്ങൾ സമഗ്രമായല്ലാതെ ചില പ്രാദേശികമായ സ്ഥലങ്ങൾ അവർ ഇഷ്ടപ്പെട്ട തരത്തിലുള്ള വികസനമായിരുന്നു നടത്തിക്കൊണ്ടുവരുന്നത്. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം BJPയെ സംബന്ധിച്ചിടത്തോളം സമഗ്രമായി യാതൊരു വിവേചനമില്ലാതെ മുഴുവൻ പഞ്ചായത്തിലും അതേ ഓരോ വാർഡുകളിലും സമഗ്രമായ വികസനം തന്നെ മുന്നോട്ട് നടത്തണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മുടെ മുഖ്യ പഞ്ചായത്തിലും നമ്മുടെ സ്ഥാനാർത്ഥികളെ നിർത്തിയിട്ടുള്ളത്. ചടങ്ങിൽ വെച്ച് പയ്യന്നൂർ നഗരസഭയിലെ വാർഡുകളിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയുടെ പേരുകൾ BJP പയ്യന്നൂർ മുനിസിപ്പൽ പ്രസിഡന്റ് KV ദിനേശൻ അറിയിച്ചു. പയ്യന്നൂർ നഗരസഭയുടെ BJPയുടെ സ്ഥാനാർത്ഥികളുടെ പേര് 6-ാം വാർഡിൽ ലിഷ കോറത്തിൽ നിന്ന് മത്സരിക്കുന്നുണ്ട്. 7-ാം വാർഡ് സ്നേഹ കമലാക്ഷൻ കോറം സെൻട്രലിൽ നിന്ന് മത്സരിക്കുന്നുണ്ട്. 11 ബാബുരാജ് CP മണിയറ വാർഡിൽ നിന്ന് മത്സരിക്കുന്നു. മുനിസിപ്പൽ ജനറൽ സെക്രട്ടറി AK സജി, C കുമാരൻ, പിന്റോ ഫെഡറിക് തുടങ്ങിയവർ യോഗത്തിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. തദ്ദേശ തെരഞ്ഞെടുപ്പ് പത്രികാ സമർപ്പണം പൂർത്തിയായതോടെ വെള്ളിയാഴ്ച മുതൽ സൂക്ഷ്മ പരിശോധന ആരംഭിച്ചു. പയ്യന്നൂർ നഗരസഭയിലും വിവിധ പഞ്ചായത്തുകളിലും LDF UDF കക്ഷികൾ മുഴുവൻ വാർഡുകളിലും മത്സരിക്കുന്നുണ്ട്. ഇതോടൊപ്പം വിമത സ്ഥാനാർത്ഥികളും സ്വതന്ത്ര സ്ഥാനാർത്ഥികളും മത്സരരംഗത്തുണ്ട്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് പത്രികാ സമർപ്പണം കഴിഞ്ഞ ദിവസം പൂർത്തിയായി. ഇനി സൂക്ഷ്മ പരിശോധനയാണ്. പയ്യന്നൂർ നഗരസഭയിൽ 44 വാർഡുകളിലും പത്രികാ സമർപ്പണം പൂർത്തിയായി. LDF UDF കക്ഷികൾ 44 വാർഡുകളിലും BJP 19 വാർഡുകളിലും ആം ആദ്മി പാർട്ടി 1 വാർഡിലും മുസ്ലിം ലീഗ് വിമതനും പരിസ്ഥിതി പ്രവർത്തകനും ഓരോ വാർഡിലും മത്സരിക്കുന്നുണ്ട്. മുൻ കൗൺസിലറും ലീഗ് നേതാവുമായിരുന്ന M ബഷീറാണ് 33-ാം വാർഡ് തായനേരി വെസ്റ്റിൽ വിമതനായി മത്സരിക്കുന്നത്. നഗരസഭയിൽ കഴിഞ്ഞ തവണ 1 വാർഡ് എതിരില്ലാതെ LDFന് ലഭിച്ചിരുന്നു. ഇത്തവണ നഗരസഭയിലെ മുഴുവൻ വാർഡുകളിലും UDF പത്രിക നൽകിയിട്ടുണ്ട്. കാങ്കോലാലപ്പടമ്പ് പഞ്ചായത്തിലെ 2 വാർഡുകൾ LDF സ്ഥാനാർത്ഥികൾ എതിരില്ലാതെ ഇതിനകം വിജയിച്ചു കഴിഞ്ഞു. 2010-ൽ കാങ്കോലാലപ്പടമ്പ് പഞ്ചായത്തിൽ 6 സീറ്റിൽ LDF സ്ഥാനാർത്ഥികൾ എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. അതിനുശേഷം ഇത്തവണയാണ് 2 സീറ്റുകൾ LDFന് എതിരില്ലാതെ ലഭിക്കുന്നത്. ചെറുപുഴ പഞ്ചായത്തിൽ വിവിധ മുന്നണികളിലെ 125 പേർ പത്രിക സമർപ്പിച്ചു. കഴിഞ്ഞ ദിവസം സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി പത്രിക നൽകിയവരിൽ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ജമീല കോളയത്തും ഉൾപ്പെടും. പെരിങ്ങോം വൈക്കര പഞ്ചായത്തിൽ 94 പേർ നാമനിർദ്ദേശ പത്രിക നൽകി. 16 വാർഡുകളിലും LDFും UDFും മത്സരിക്കുന്നുണ്ട്. BJP 15 വാർഡുകളിൽ മത്സരിക്കും. നാമനിർദ്ദേശ പത്രിക സൂക്ഷ്മ പരിശോധന വെള്ളിയാഴ്ച ആരംഭിച്ചു. പത്രിക പിൻവലിക്കാനുള്ള അവസാന തീയതി നവംബർ 23 സൂക്ഷ്മ പരിശോധന അവസാനിക്കുന്നതോടെ തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗം കൂടുതൽ സജീവമാകും. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. കരിവെള്ളൂർ പെരളം ഗ്രാമപഞ്ചായത്തിൽ തെരഞ്ഞെടുപ്പ് ഗോതയിലേക്കുള്ള ചിത്രം ഏതാണ്ട് വ്യക്തമായി കഴിഞ്ഞു. ആകെ 62 നോമിനേഷനുകളാണ് ARO സന്തോഷ് കുമാർ VPയുടെ മുൻപാകെ ലഭിച്ചിരിക്കുന്നത്. കരിവെള്ളൂർ പെരളം ഗ്രാമപഞ്ചായത്തിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളുടെ ചിത്രം ഏതാണ്ട് വ്യക്തമായി കഴിഞ്ഞു. പ്രധാനപ്പെട്ട 3 കക്ഷികളും മത്സര രംഗത്തുണ്ട് എന്നത് തെരഞ്ഞെടുപ്പിന്റെ ചൂട് വർദ്ധിപ്പിക്കുന്നു. പഞ്ചായത്ത് രൂപീകരിച്ച് നാളിതുവരെ ഇടതുപക്ഷമല്ലാതെ മറ്റൊരു കക്ഷിയും ഇവിടെ ഭരിച്ചിട്ടില്ലെന്ന് മാത്രമല്ല, ഒരു പ്രതിപക്ഷ അംഗം പോലും ഇവിടെ ഉണ്ടായിട്ടില്ല. പക്ഷേ ഇത്തവണ തങ്ങൾ ശക്തരാണെന്നാണ് UDF നേതാക്കൾ വിശ്വസിക്കുന്നത്. 14 വാർഡുകളിലേക്കായി LDF സമർപ്പിച്ചിരിക്കുന്നത് 42 നോമിനേഷനുകളാണ്. UDF അവരുടെ 12 പേരും ഒരു സ്വതന്ത്രനുമടക്കം 13 പേരുടെയും BJP 7 പേരുടെയും നോമിനേഷനുകൾ സമർപ്പിച്ചിട്ടുണ്ട്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 17,321 വോട്ടർമാരാണ് ഉണ്ടായിരുന്നത്. ഇത്തവണ 230 പേരെ കൂട്ടിച്ചേർത്തു. തള്ളപ്പെട്ടത് 188 പേർ. ഇപ്പോൾ പഞ്ചായത്തിലുള്ള വോട്ടർമാരുടെ മൊത്തം എണ്ണം 17,363. ഇവരാണ് അടുത്ത ഭരണം ആർക്കെന്ന് തീരുമാനിക്കുക. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. സ്ഥാനാർത്ഥികളിൽ വേറിട്ടൊരു വ്യക്തിത്വത്തിനുടമയാണ് കാങ്കോൽ ആലപ്പടമ്പ പഞ്ചായത്തിൽ 6-ാം വാർഡ് LDF സ്ഥാനാർത്ഥിയായ K പങ്കജാക്ഷൻ. നാട്ടുകാർക്ക് പ്രിയങ്കരനായ പങ്കജാക്ഷൻ മിക്കപ്പോഴും ഒറ്റയ്ക്കാണ് വോട്ടർമാരെ കാണാനെത്തുന്നത്. കാങ്കോൽ ആലപ്പടമ്പ പഞ്ചായത്തിലെ 6-ാം വാർഡ് LDF സ്ഥാനാർത്ഥിയായ K പങ്കജാക്ഷൻ നാട്ടുകാർക്ക് പ്രിയപ്പെട്ടവനാണ്.
പങ്കജാക്ഷൻ മത്സരിക്കുന്ന മാത്തിൽ വാർഡിൽ മിക്കപ്പോഴും ഏകനായി വീടുകളിലെത്തി വോട്ടഭ്യർത്ഥിക്കുന്ന ഇദ്ദേഹത്തെ കാണാം. ഇദ്ദേഹത്തിന്റെ ലാളിത്യത്തിന്റെ പ്രതിഫലനം കൂടിയാണിത്. കാങ്കോലാൽ പഞ്ചായത്തിൽ 6-ാം വാർഡിൽ LDF സ്ഥാനാർത്ഥിയായി ഞാൻ മത്സരിക്കുകയാണ്. നമ്മുടെ പഞ്ചായത്തിൻ്റെ പഴയകാല പാരമ്പര്യം MVM കുഞ്ഞുകൃഷ്ണൻ നമ്പീശൻ ഉൾപ്പെടെ നെഹ്റുവിൽ നിന്ന് ട്രോഫി വാങ്ങിയ പഞ്ചായത്താണ്. സ്വരാജ് ട്രോഫി ഉൾപ്പെടെ കഴിഞ്ഞ കാല ഭരണത്തിൽ ഒട്ടേറെ വികസന പ്രവർത്തനം നടപ്പിലാക്കിയ നമ്മുടെ ഗ്രാമപഞ്ചായത്ത് തുടർ ഭരണത്തിലും LDFന് നല്ല മുന്നേറ്റമാണ് ഗ്രാമത്തിൽ നടക്കുന്നത്. ഈ വാർഡിനകത്തും നമുക്ക് LDFൻ്റെ സ്ഥാനാർത്ഥി എന്ന നിലക്ക് ആവേശകരമായ സ്വീകരണമാണ് വിവിധ പ്രദേശങ്ങൾ നൽകി വരുന്നത്. ഈ യാത്രയിൽ എവിടെയെങ്കിലും വെച്ച് തനിക്ക് വേണ്ടി വോട്ടഭ്യർത്ഥിക്കുന്ന സഹപ്രവർത്തകരെ കണ്ടുമുട്ടാതിരിക്കില്ല. പിന്നീട് കുറെ നേരം ഇവരൊന്നിച്ചാവും യാത്ര. കുറെ കഴിഞ്ഞാൽ വീണ്ടും ഒറ്റയ്ക്കാവും. പങ്കജാക്ഷൻ തെരഞ്ഞെടുക്കപ്പെട്ടാൽ തങ്ങളുടെ കാര്യങ്ങൾ പറയാൻ അടുത്തൊരാളുണ്ടല്ലോ എന്ന സന്തോഷത്തിലാണ് നാട്ടുകാർ. ന്യൂസ് ബ്യൂറോ, കരിവള്ളൂർ. പയ്യന്നൂർ നഗരസഭ 37-ാം വാർഡിൽ LDF തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് തുറന്നു. നഗരസഭ മുൻ ചെയർമാൻ അഡ്വക്കേറ്റ് ശശി വട്ടക്കോവൽ ഉദ്ഘാടനം ചെയ്തു. കിസാൻ ഗ്രൗണ്ട് സ്റ്റേഡിയത്തിന് മുന്നിലാണ് പയ്യന്നൂർ നഗരസഭ വാർഡ് 37 LDF തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് തുറന്നത്. നഗരസഭാ മുൻ അധ്യക്ഷൻ അഡ്വക്കേറ്റ് ശശി വട്ടക്കോവൽ ഉദ്ഘാടനം നിർവഹിച്ചു. സങ്കല്പിക്കാൻ കഴിയും പാവപ്പെട്ടവരുടെ മക്കൾ പഠിക്കുന്ന സ്കൂളുകൾ, ആ സ്കൂളുകളിലുണ്ടായ മാറ്റം. നമ്മളെ ഗവൺമെന്റ് ആശുപത്രി പണ്ട് ധർമാശുപത്രികൾ ഇങ്ങനെ പറയല്ലോ. ആരും ഗവൺമെന്റ് ആശുപത്രി പോകുന്നല്ല പറയും, പ്രായമുള്ളവർക്ക് അറിയാം. ധർമാശുപത്രി പോകുന്ന പറയും. ഏത് സൂക്കേട് കാണിക്കാൻ പോയാലും കുപ്പിയിൽ ഒരു ചുവന്ന വെള്ളമാണ് വരുന്നത്. ആ ഗവൺമെന്റ് ആശുപത്രിയിൽ വരുന്ന മാറ്റം നോക്കി അതിൽ ഏറ്റവും നേട്ടം അനുഭവിച്ച ഒരു പയ്യന്നൂർക്കാരാണ്. പുതിയടത്ത് കരുണാകരൻ അധ്യക്ഷനായി. സ്ഥാനാർത്ഥി KU രാധാകൃഷ്ണൻ, N ഗലീഷ്, VE സന്തോഷ് എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. പയ്യന്നൂർ നഗരസഭ 17-ാം വാർഡിൽ നിന്നും UDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന PT പ്രതീഷിന്റെ 2ാം ഘട്ട പ്രചരണം പുരോഗമിക്കുന്നു. ജനങ്ങളിൽ നിന്നും ലഭിക്കുന്ന പ്രതികരണത്തിൽ വിജയപ്രതീക്ഷയിലാണ് പ്രതീഷ്. പയ്യന്നൂർ നഗരസഭ 17-ാം വാർഡിൽ നിന്നും UDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന PT പ്രതീഷ് തന്റെ 2ാം ഘട്ട പ്രചരണം പകുതി കഴിഞ്ഞിരിക്കുന്നു. വളരെ മികച്ച പ്രതികരണമാണ് പ്രദേശത്തെ വോട്ടർമാരിൽ നിന്ന് ലഭിക്കുന്നതെന്നും പ്രചരണത്തിനിടെ വാർഡിലെ സമഗ്ര പ്രശ്നങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നും പ്രതീഷ് പറഞ്ഞു. 2ാം ഘട്ട പ്രചരണം തുടങ്ങിക്കഴിഞ്ഞു. ഏകദേശം പകുതിയോളം വീടുകളിൽ സന്ദർശനം നടത്തി. വളരെ മികച്ച പ്രതികരണം തന്നെയാണ് വോട്ടർമാരുടെ ഭാഗത്തുനിന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു പ്രദേശത്തിൻ്റെ മുക്കിലും മൂലയിലും അറിയപ്പെടുന്ന എല്ലാ സ്ഥലത്തും തന്നെ ഞങ്ങൾ സന്ദർശനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ സ്ഥലത്തു നിന്നും മികച്ച പ്രതികരണം ലഭിക്കുന്നു. ഈ വാർഡിൻ്റെ ഒരു വികസന കാര്യവുമായി ബന്ധപ്പെട്ട ഒട്ടേറെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുവാനും അത് കണ്ടെത്തി പഠിക്കുവാനൊക്കെ സാധിച്ചിട്ടുണ്ട്. രാഷ്ട്രീയത്തിനുമപ്പുറം ഒരു കൂട്ടായ്മയുടെ ഭാഗമായി പ്രവർത്തിച്ചു വരുന്നതിനാൽ ഈ പ്രദേശങ്ങളിലുള്ളവരെല്ലാം പരിചിത മുഖങ്ങളാണെന്നും അതുകൊണ്ട് തന്നെ ഏറെ ശുഭപ്രതീക്ഷയിലാണുള്ളതെന്നും പ്രതീഷ് പറയുന്നു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കയ്യൂർ ചീമേനി പഞ്ചായത്തിലെ 7-ാം വാർഡായ പള്ളിപ്പാറയിലെ LDF സ്ഥാനാർത്ഥി KP വത്സലൻ എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടു. LDF അധികാരത്തിലെത്തുകയാണെങ്കിൽ പഞ്ചായത്ത് പ്രസിഡന്റായി വരിക KP വത്സലനാണെന്നാണ് സൂചന. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള നാമനിർദ്ദേശം സമർപ്പിക്കാനുള്ള അവസാന തീയതിയും അവസാനിച്ചതോടെ കയ്യൂർ ചീമേനി പഞ്ചായത്തിലെ 7-ാം വാർഡിൽ നിന്ന് മത്സരിക്കുന്ന LDF സ്ഥാനാർത്ഥി KP വത്സലന് എതിരില്ല. കയ്യൂർ ചീമേനി പഞ്ചായത്തിൽ നിന്ന് എതിരില്ലാതെ ഇത്തവണ തെരഞ്ഞെടുക്കപ്പെടുന്ന ഏക സ്ഥാനാർത്ഥിയും ഇദ്ദേഹമാണ്. ദീർഘകാലമായി പൊതുരംഗത്തുള്ള വത്സലൻ CPIM ചെറുവത്തൂർ ഏരിയ സെക്രട്ടറിയായും പ്രവർത്തിച്ചിട്ടുണ്ട്. കയ്യൂർ ചീമേനി ഗ്രാമപഞ്ചായത്ത് 7-ാം വാർഡ് പള്ളിപ്പാറയിൽ ഇതില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടാൽ സഹായിച്ച വോട്ടർമാർക്ക് പ്രത്യേകം നന്ദി പറയും. അനുസരായ കയ്യൂർ സാക്ഷികളെയും ജനാധിപത്യ പോരാട്ടത്തിൽ വീരമൂർച്ച വെച്ച ധീരായ ചീമേനി സാക്ഷികളെയും ഉജ്ജ്വലമായ പാരമ്പര്യമാക്കി പിടിക്കുന്ന നാടാണ് കയ്യൂർ ചീമേനി. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. പശ്ചാത്തലത്തിൽ ഏഴിമല നേവൽ അക്കാദമി പരിസരത്ത് പരിശോധന നടത്തി. ബോംബ് സ്ക്വാഡിന്റെയും ഡോഗ് സ്ക്വാഡിന്റെയും നേതൃത്വത്തിലായിരുന്നു പരിശോധന. ഏഴിമല നേവൽ അക്കാദമി ബോംബ് വെച്ച് തകർക്കുമെന്ന് ഭീഷണിക്കത്ത് ലഭിച്ചതിന്റെ പശ്ചാത്തലത്തിലാണ് അക്കാദമി പരിസരത്ത് ബോംബ് സ്ക്വാഡിന്റെയും ഡോഗ് സ്ക്വാഡിന്റെയും നേതൃത്വത്തിൽ പരിശോധന നടത്തിയത്. അക്കാദമിയുടെ പ്രധാന കവാടങ്ങളും സമീപത്തുള്ള ഒഴിഞ്ഞ കെട്ടിടങ്ങളും പരിശോധിച്ചു. ബോംബ് സ്ക്വാഡ് SI TV ശശിധരന്റെയും പയ്യന്നൂർ ഡോഗ് സ്ക്വാഡിന്റെയും നേതൃത്വത്തിലായിരുന്നു പരിശോധന. രാജ്യരക്ഷാ വകുപ്പിന് കീഴിലുള്ള സ്ഥാപനമായതിനാൽ നേവൽ അക്കാദമിയുടെ അകത്ത് പരിശോധന നടത്താൻ കഴിയില്ല. പയ്യന്നൂർ ജുഡീഷ്യൽ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയുടെ അനുമതിയോടെയാണ് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചത്.
ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. പരിയാരം ഗവൺമെന്റ് ആയുർവേദ മെഡിക്കൽ കോളേജിൽ കോവിഡ് മുക്തർക്കുള്ള പ്രത്യേക ചികിത്സാ പദ്ധതിയായ പുനർജനിയുടെ വിപുലമായ ഗവേഷണ ക്ലിനിക്ക് ആരംഭിച്ചു. കോവിഡിനോടനുബന്ധമായി വ്യത്യസ്ത ശരീരാവയവങ്ങളുമായി ബന്ധപ്പെട്ട് പലർക്കുമുണ്ടായ ആരോഗ്യ പ്രശ്നങ്ങൾ പരിഹരിക്കാനും മറ്റു രോഗങ്ങളുടെ തീവ്രത ലഘൂകരിക്കാനും ഉദ്ദേശിച്ചുള്ളതാണിത്. കാര്യമായ ലക്ഷണങ്ങളൊന്നുമില്ലാതെ കോവിഡ് വിട്ടുമാറിയവർക്ക് പോലും ക്ഷീണം, നടക്കുമ്പോൾ കിതപ്പ്, ശ്വാസതടസ്സം, ദഹനക്കേട്, ഉറക്കക്കുറവ്, കൈകാൽ വേദന, തരിപ്പ്, മാനസികാസ്വാസ്ഥ്യങ്ങൾ തുടങ്ങി ബുദ്ധിമുട്ടുകൾ നിലനിൽക്കുന്നതായി കണ്ടതിന്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാന ഗവൺമെന്റ് നടപ്പാക്കിയ കോവിഡ് മുക്തർക്കുള്ള ചികിത്സാ പദ്ധതിയുടെ ഭാഗമായാണ് പുനർജനി മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക്ക് പ്രവർത്തിക്കുന്നതെന്ന് ഡോക്ടർ PM മധു നെറ്റ്വർക്ക് ന്യൂസിനോട് പറഞ്ഞു. ഈ കോവിഡ് പോസിറ്റീവായ ആൾക്കാർ നെഗറ്റീവായതിനു ശേഷവും ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ അനുബന്ധമായിട്ട് വരുന്നുണ്ടെന്ന് കണ്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഗവൺമെൻറ് തന്നെ പ്രഖ്യാപിച്ചൊരു പദ്ധതിയാണ് ഈ കോവിഡാനന്തര ചികിത്സയ്ക്ക് വേണ്ടി പുനർജനി എന്നൊരു പദ്ധതി. ആ പുനർജനിയിൽ ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗപ്പെടുത്തേണ്ടത് ആയുർവേദ മരുന്നുകളാണ് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ കേരളത്തിലെ എല്ലാ ഡിസ്പെൻസറികളിലും കേരളത്തിലെ ആയുർവേദ കോളേജുകളിലൊക്കെ വളരെ നല്ല രീതിയിൽ പുനർജനി ക്ലിനിക്കുകൾ ആരംഭിച്ചിട്ടുണ്ട്. അതിൽ ആയുർവേദ കോളേജുകളുടെ പുനർജനിയുടെ പ്രത്യേകത മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക്ക് എന്ന രീതിയിലാണ് ഈ പുനർജനി ഇവിടെ നടത്തപ്പെടുന്നത്. ആദ്യമായിട്ട് രോഗി ആയുർരക്ഷാ ക്ലിനിക്കിനെ സമീപിക്കുകയും അവരുടെ ആരോഗ്യ പ്രശ്നങ്ങൾ കൃത്യമായി പഠിക്കുകയും അതിനുശേഷം അവരുടെ കൃത്യമായിട്ടുള്ള പ്രശ്നം ഏതാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഇവിടെ വ്യത്യസ്ത വിഭാഗങ്ങളിലുള്ള OP കളുണ്ട്. കുട്ടികളുടെയും സ്ത്രീകളുടെയും അല്ലെങ്കിൽ ശാലാക്യ രോഗ വിഭാഗം, ശല്യയന്ത്ര വിഭാഗം, അങ്ങനെ വ്യത്യസ്ത വിഭാഗങ്ങളുണ്ട്. അതിൽ ഏത് വിഭാഗത്തിലാണ് രോഗിക്ക് കെയർ ആവശ്യമുള്ളത് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ആ പ്രത്യേക വിഭാഗത്തിലേക്ക് അവരെ ഡയറക്റ്റ് ചെയ്യുകയും ആ വിഭാഗത്തിലാണ് പ്രത്യേക ചികിത്സകൾ നൽകി വരുന്നത്. ജില്ലയിലെ ഡിസ്പെൻസറികളിൽ നിന്ന് റഫർ ചെയ്യപ്പെടുന്ന രോഗികളെയും വിദഗ്ധ ചികിത്സകൾക്ക് വിധേയരാക്കും. കോവിഡ് പ്രതിരോധ പദ്ധതിയായ ആയുർരക്ഷാ ക്ലിനിക്കിനോടനുബന്ധിച്ച് രാവിലെ 8 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ പുനർജനി OPയും പ്രവർത്തിക്കുന്നതായിരിക്കും. ആവശ്യമെങ്കിൽ കിടത്തി ചികിത്സ ലഭ്യമാക്കും. സ്ത്രീരോഗ, ബാലരോഗ, നേത്രരോഗ, മർമ്മരോഗ തുടങ്ങിയ സ്പെഷ്യാലിറ്റി വിഭാഗങ്ങളിൽ പ്രത്യേക ചികിത്സ ആവശ്യമായവരെ അതാത് വിഭാഗങ്ങളിലെ വിദഗ്ധരായ ഡോക്ടർമാരായിരിക്കും ചികിത്സിക്കുന്നത്. ന്യൂസ് ബ്യൂറോ പിലാത്ര. മലയോരത്തിന്റെ പ്രകൃതി സൗന്ദര്യം പ്രയോജനപ്പെടുത്തി ആഭ്യന്തര വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്ന ഒരു പദ്ധതി ചെറുപുഴ പഞ്ചായത്ത് വിഭാവനം ചെയ്തിട്ട് 7 വർഷം പിന്നിടുകയാണ്. പദ്ധതി സമയബന്ധിതമായി പൂർത്തിയാക്കിയിരുന്നെങ്കിൽ ചെറുപുഴ പഞ്ചായത്തിന്റെ തനതു വരുമാനത്തിനു തന്നെ അത് മുതൽക്കൂട്ടായേനെ. ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ മത്സരത്തിനിറങ്ങുമ്പോൾ ഇടതുമുന്നണി ഈ പദ്ധതി തങ്ങളുടെ പ്രകടന പത്രികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നതാണ് ഇനിയുള്ള പ്രതീക്ഷ. 2010-15 കാലയളവിൽ പഞ്ചായത്ത് ഭരിച്ച കോൺഗ്രസിന്റെ പ്രതിനിധി പഞ്ചായത്ത് പ്രസിഡന്റ് റോഷി ജോസിന്റേതായിരുന്നു സ്വപ്ന പദ്ധതി. ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൌൺസിലിന്റെ നേതൃത്വത്തിൽ ചെറുപുഴ പഞ്ചായത്തിൽ അഡ്വഞ്ചർ ടൂറിസം പാർക്ക് സ്ഥാപിക്കും എന്നായിരുന്നു പ്രഖ്യാപനം. കാര്യങ്കോട് പുഴയുടെ തീരത്തോട് ചേർന്ന് പഞ്ചായത്തിന്റെ അധീനതയിലുള്ള 1.5 ഏക്കർ സ്ഥലമാണ് പാർക്കിനായി പരിഗണിക്കപ്പെട്ടത്. പദ്ധതിയുടെ സ്ഥലപരിശോധനയ്ക്കായി 2013 ഡിസംബർ 1 ഉദ്യോഗസ്ഥ സംഘം ചെറുപുഴയിലെത്തുകയും ചെയ്തു. ടൂറിസം വകുപ്പ് മന്ത്രി ചെയർമാനായിട്ടുള്ള കേരള അഡ്വഞ്ചർ ടൂറിസം പ്രൊമോഷൻ സൊസൈറ്റിയുടെ അന്നത്തെ CEO, ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൌൺസിലിലെ അന്നത്തെ സെക്രട്ടറി എന്നിവരാണ് സ്ഥലപരിശോധനയ്ക്കെത്തിയത്. സാഹസിക വിനോദസഞ്ചാരികളെ ലക്ഷ്യമിട്ട് സൊസൈറ്റി സ്ഥാപിക്കുന്ന 14 അഡ്വഞ്ചർ പാർക്കുകളിലൊന്നിനായാണ് ചെറുപുഴയെയും പരിഗണിക്കുന്നതെന്ന് പ്രസിഡന്റ് റോഷി ജോസ് മാധ്യമങ്ങളെ അറിയിക്കുകയും ചെയ്തിരുന്നു. കൃത്രിമമായി ഉണ്ടാക്കുന്ന പാറക്കെട്ടുകളിലൂടെയുള്ള റോക്ക് ക്ലൈംബിംഗ്, ഫൈബർ റോപ്പ് ഉപയോഗിച്ചുള്ള ടാർസൻ വിങ്സ്, കാര്യങ്കോട് പുഴയിലെ ജലാശയത്തിലൂടെയുള്ള വിവിധതരം വിനോദങ്ങൾ എന്നിവയാണ് പദ്ധതിയുടെ ഭാഗമായി വിഭാവനം ചെയ്തത്. നിലവിൽ സ്വകാര്യ സംരംഭകരുടെ നേതൃത്വത്തിൽ കാര്യങ്കോട് പുഴയിൽ നടത്തുന്ന വാട്ടർ റാഫ്റ്റിംഗ്, ഉയർന്ന പ്രദേശങ്ങളിൽ നടത്തുന്ന പാരാഗ്ലൈഡിംഗ് എന്നിവയും പാർക്കിന്റെ ഭാഗമാക്കാൻ ഉദ്ദേശിച്ചിരുന്നു. പഞ്ചായത്തിൽ തന്നെ ടൂറിസം സാധ്യതയുള്ള കൊട്ടത്തലച്ചിമല, തിരുനെറ്റിക്കുന്ന്, കമ്മാളിക്കല്ല് എന്നീ പ്രദേശങ്ങളിലേക്കും സഞ്ചാരികളെ ആകർഷിക്കാനാണ് ലക്ഷ്യമിട്ടത്. 2015 തെരഞ്ഞെടുപ്പ് വരുന്നതുവരെ പിന്നീടൊന്നും സംഭവിച്ചില്ല. തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് നേതൃത്വത്തിൽ UDF തന്നെ അധികാരത്തിലെത്തി. പ്രസിഡന്റ് പദം വനിതാ സംവരണമായി. ഇങ്ങനെയൊരു പദ്ധതിയെക്കുറിച്ച് തന്നെ ആർക്കും മിണ്ടാട്ടവുമില്ലാതായി. പദ്ധതി സമയബന്ധിതമായി പൂർത്തിയായിരുന്നുവെങ്കിൽ ചെറുപുഴ പഞ്ചായത്തിന്റെ തനതു വരുമാനത്തിനു തന്നെ അത് മുതൽക്കൂട്ടായേനെ. ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ മത്സരത്തിനിറങ്ങുമ്പോൾ ഇടതുമുന്നണി ഈ പദ്ധതി തങ്ങളുടെ പ്രകടന പത്രികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നതാണ് ഇനിയുള്ള പ്രതീക്ഷ. നെറ്റ്വർക്ക് ന്യൂസ്, ചെറുപുഴ. പരിയാരത്തെ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് പരിസരത്ത് ഉപയോഗിച്ച മാസ്കുകൾ അലക്ഷ്യമായി വലിച്ചെറിയുന്നു. ആശുപത്രി പരിസരങ്ങളിൽ നിരവധി മാസ്കുകളാണ് ഇത്തരത്തിൽ കാണപ്പെടുന്നത്.
ഉപയോഗിച്ച ശേഷം മാസ്കുകൾ ഇത്തരത്തിൽ വഴിയോരങ്ങളിൽ വലിച്ചെറിയുന്നത് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഇടയാക്കും. മാസ്കുകൾ വഴിയോരങ്ങളിലും പൊതുസ്ഥലങ്ങളിലും വലിച്ചെറിയുന്നത് വലിയ മാലിന്യ പ്രശ്നമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ഇത് ആരോഗ്യ പ്രവർത്തകർക്കും തലവേദനയായി മാറിയിട്ടുണ്ട്. മാസ്കിനു പുറമെ മദ്യക്കുപ്പികളും പ്ലാസ്റ്റിക് കുപ്പികളും പല സ്ഥലങ്ങളിലും വലിച്ചെറിയുന്നുണ്ട്. മെഡിക്കൽ കോളേജിന്റെ മുൻഭാഗത്തെ റോഡരികിലാണ് മാലിന്യങ്ങൾ നിറഞ്ഞിരിക്കുന്നത്. വഴിയരികിലും മറ്റുമായി വിൽപ്പന നടത്തുന്ന വില കുറഞ്ഞ മാസ്കുകൾ വാങ്ങി ഉപയോഗിക്കുന്നവർ ധാരാളമാണ്. പുനരുപയോഗത്തിന് സാധ്യമല്ലാത്ത ഇത്തരം മാസ്കുകൾ ആളുകൾ ഉപയോഗത്തിനു ശേഷം പൊതുസ്ഥലങ്ങളിൽ വലിച്ചെറിയുകയാണ്. പകർച്ചവ്യാധികൾ പടരാനും ഇടയുള്ളതിനാൽ പരിശോധന കർശനമാക്കണമെന്നും മാസ്കുകൾ അടക്കമുള്ളവ വലിച്ചെറിയുന്നവർക്കെതിരെ തക്കതായ ശിക്ഷ നൽകണമെന്നും ഇവിടെയുള്ള മാലിന്യങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ നീക്കം ചെയ്യണമെന്നും പൊതുജനങ്ങൾ ആവശ്യപ്പെടുന്നു. ന്യൂസ് ബ്യൂറോ, പിലാത്തറ. കോവിഡ് കാലത്ത് നാടിളക്കിയുള്ള പ്രചരണം അല്പം പ്രയാസമാണെങ്കിൽ സമൂഹമാധ്യമ സാധ്യതകളെല്ലാം ഉൾപ്പെടുത്തിയാണ് ഇത്തവണ പ്രചരണം കൊഴുക്കുന്നത്. പയ്യന്നൂർ ഒറിജിൻ സ്റ്റുഡിയോയിൽ ഡിസൈൻ ചെയ്യുന്ന ഇത്തരം പോസ്റ്ററുകളാണ് തെരഞ്ഞെടുപ്പിന്റെ ഇപ്പോഴത്തെ ഹൈലൈറ്റ്. സിനിമ ഫസ്റ്റ് ലുക്ക് പോസ്റ്ററുകളോട് കിടപിടിക്കുന്ന തരത്തിലുള്ളതാണ് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് പോസ്റ്ററുകൾ. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ വിവിധ മേഖലകളിലുള്ള LDF സ്ഥാനാർത്ഥികളുടെ പോസ്റ്ററുകൾ പോരാട്ടത്തിൽ ഒരുപിടി മുന്നിൽ തന്നെയാണ്. പയ്യന്നൂർ മേഖലയിലെ സ്ഥാനാർത്ഥികളുടെ പോസ്റ്ററുകൾക്കെല്ലാം ന്യൂജൻ ലുക്കാണ്. പയ്യന്നൂരും പരിസര പ്രദേശങ്ങളിലുമുള്ള പല തദ്ദേശ സ്ഥാപനങ്ങളിലെ സ്ഥാനാർത്ഥികളുടെ പോസ്റ്ററുകൾ കണ്ടാൽ ആരുമൊന്ന് നോക്കി നിൽക്കും. സമൂഹ മാധ്യമങ്ങളിൽ ഇതിനോടകം തരംഗമായിട്ടുണ്ട് ഈ പോസ്റ്ററുകൾ. ഇവിടെയൊക്കെ തന്നെ കാണും ബാലേട്ടൻ എന്ന സിനിമയിലെ ഡയലോഗാണെന്ന് കരുതിയെങ്കിൽ തെറ്റി. പയ്യന്നൂർ നഗരസഭ 35-ാം വാർഡിലെ LDF സ്ഥാനാർത്ഥി V ബാലന്റെ വോട്ടഭ്യർത്ഥനയാണിത്. നാട്യങ്ങളില്ലാതെ നാടറിയുന്ന നാട്ടുകാരൻ ഇതാണ് പയ്യന്നൂർ നഗരസഭയിലെ 17-ാം വാർഡ് UDF സ്ഥാനാർത്ഥി PT പ്രതീഷിന് നൽകിയ വിശേഷണം. പയ്യന്നൂർ നഗരസഭയിലെ 36-ാം വാർഡ് LDF സ്ഥാനാർത്ഥിക്ക് നൽകിയ പ്രകാശൻ പറക്കട്ടെ എന്ന പോസ്റ്ററിലൂടെയാണ് ഇത്തരം ഡിസൈനിങ്ങിന് മധു ഒർജിൻ തുടക്കം കുറിച്ചത്. നാടിന്റെ പ്രശ്നങ്ങളിൽ നാട്ടുകാർക്കൊപ്പം ഓടി നടന്ന് പുള്ളിക്കാരൻ സ്റ്റാറ തുടങ്ങി നിരവധി സിനിമകളുടെ ഹിറ്റ് ഡയലോഗുകൾ ഉൾപ്പെടുത്തിയ ഡിസൈനുകളാണ് മധു ഒർജിൻ വിവിധ സ്ഥാനാർത്ഥികൾക്കായി ചെയ്തു കൊടുക്കുന്നത്. മലബാറിലെ ജനങ്ങൾ കടുത്ത വർണ്ണങ്ങൾ ഒരു ലഹരിയായി ഉള്ളിൽ കൊണ്ട് നടക്കുന്നവരാണ്. ഇതിന്റെ സ്വാധീനം പരസ്യരംഗത്തും പ്രതിഫലിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരം വർണ്ണങ്ങളാണ് പ്രചരണങ്ങൾ ഉപയോഗിച്ചിരുന്നത്. എന്നാൽ സമൂഹ മാധ്യമങ്ങൾ പ്രചാരത്തിൽ വന്നതോടെ നിറങ്ങളോടുള്ള സാധാരണക്കാരന്റെ കാഴ്ചപ്പാടും മാറിത്തുടങ്ങി. ഇതുകൊണ്ടുകൂടിയാണ് ഇത്തരം പോസ്റ്ററുകൾ നിർമ്മിച്ചതെന്ന് ഡിസൈനർ മധു ഒർജിൻ പറയുന്നു. മുന്നത്തെ ഇലക്ഷൻ പ്രചരണങ്ങളൊക്കെ നോക്കിയാൽ ചിഹ്നങ്ങളൊക്കെ തന്നെ വളരെ വലുതും പിന്നെ അത് സ്വർണ്ണത്തിൽ ഉണ്ടാക്കുന്നതും അല്ലെങ്കിൽ വലിയ കോൺക്രീറ്റ് കൊണ്ടുണ്ടാക്കുന്നതും ഒക്കെ പോലുള്ള ഒരു സിമ്പിൾസാണ് നമ്മൾ മുമ്പൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ എന്നാൽ ഇപ്പോൾ ഈ സമൂഹ മാധ്യമങ്ങൾ, സോഷ്യൽ മീഡിയാസ് വളരെ പ്രചാരണം നേടിയ ഈ ഒരു കാലഘട്ടത്തിൽ ഇതിൽ നിന്നൊക്കെ വളരെ വ്യത്യാസങ്ങൾ വരാൻ തുടങ്ങിയിരിക്കുന്നു. അതൊരു നല്ല മാറ്റം തന്നെയാണ്, വളരെ പോസിറ്റീവായിട്ടുള്ളൊരു മാറ്റം തന്നെയാണ്. കടും കളറുകൾക്ക് പകരം ലളിതമായ കളറുകളും ചെറിയ അക്ഷരങ്ങളും വളരെ ലളിതമായിട്ടുള്ള കാര്യങ്ങളാണ് ഇന്ന് ഉപയോഗിച്ചു പോകുന്നത്. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി ഒരുക്കിയ ഇത്തരം പോസ്റ്ററുകളെ സിനിമാ പോസ്റ്ററുകളോട് ഉപമിക്കുന്നതിന്റെ പ്രധാന കാരണം സിനിമയിലെ പഞ്ച് ഡയലോഗുകൾ, ഇഷ്ടമാർന്ന പാട്ടുകളുടെ വരികൾ എന്നിവയാണെന്നും മധു പറയുന്നു. പിന്നെ സിനിമാ പോസ്റ്ററുകളെക്കാളും വെല്ലുന്ന എന്നൊരു ഇത് കണ്ടു. വളരെ ഒരു കൗതുകം തോന്നി ആ ഒരു വരികളിൽ. കാര്യം സിനിമാ പോസ്റ്ററുകൾ പോലെ അത്രയും പ്രചാരണം ഇപ്പോൾ ഈ പറഞ്ഞാൽ പ്രാദേശികമായിട്ട് നടക്കുന്ന അല്ലെങ്കിൽ ചെയ്യുന്ന കാര്യങ്ങൾക്കും കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് ഒരു വലിയ കാര്യമായിട്ട് പറയാനുള്ളത്. കഴിഞ്ഞ 25 വർഷമായി ഡിസൈനിങ് മേഖലയിലുള്ള മധു അറിയപ്പെടുന്നത് തന്നെ തൻ്റെ സ്ഥാപനത്തിൻ്റെ പേരായ ഒറിജിനോട് കൂടി തന്നെയാണ്. അതുകൊണ്ട് തന്നെ മധുവിൻ്റെ ഓരോ പോസ്റ്ററിനും ഒരു ഒറിജിനാലിറ്റി ഉണ്ട്. ആയിരക്കണക്കിന് പോസ്റ്ററുകൾ ഡിസൈൻ ചെയ്ത മധു നിരവധി മാഗസിനുകളുടെയും പുസ്തകങ്ങളുടെയും കവർ പേജുകളും സ്മരണികകളും ഡിസൈൻ ചെയ്തിട്ടുണ്ട്. പോസ്റ്ററുകൾ ഡിസൈൻ ചെയ്യുന്ന ഒറിജിൻ സ്റ്റുഡിയോയിൽ നിന്നും ക്യാമറമാൻ പവിത്രൻ കണ്ടോത്തിനോടൊപ്പം അനൂപ് പെരിങ്ങോ, നെറ്റ്വർക്ക് ന്യൂസ്. വെള്ളിയാഴ്ച മുതൽ ഗോവയിലെ മൈതാനത്ത് പന്തുരുളുമ്പോൾ ഇങ്ങ് കാങ്കോലിലും ഒരു കടുത്ത ഫുട്ബോൾ പ്രേമി തന്റെ ഫുട്ബോളിനോടുള്ള ആവേശം മറച്ചുവയ്ക്കുന്നില്ല. കോവിഡിനെ കരുതി വേണം മത്സരങ്ങൾ കാണുക എന്ന സന്ദേശവുമായി സൈക്കിളിൽ ഊരുചുറ്റുകയാണ് കുണ്ടയം കോവിലിലെ റഹ്മാൻ. ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷമാണ് മൈതാനത്ത് വെള്ളിയാഴ്ച പന്തുരുളുന്നത്.
ഗോവയിലെ ബാംബാലിം സ്റ്റേഡിയം ഉൾപ്പെടെയുള്ള 3 സ്റ്റേഡിയങ്ങളിലും കാണികൾക്ക് പ്രവേശനമില്ല. പക്ഷേ പുറത്ത് ആവേശക്കൊടുങ്കാറ്റുമായി ആരാധകരുണ്ട്. ഒരു കടുത്ത ഫുട്ബോൾ പ്രേമിയായ റഹ്മാൻ കാങ്കോൽ കോവിഡിനെ കരുതിക്കൊണ്ടാകണം മത്സരങ്ങൾ കാണേണ്ടതെന്ന സന്ദേശം മണിമുഴക്കിയുള്ള സൈക്കിൾ യാത്രയിലൂടെ ജനങ്ങളിലേക്ക് എത്തിക്കുകയാണ്. ജനങ്ങളുടെ ശ്രദ്ധ കിട്ടണം എന്ന ഉദ്ദേശത്തോടെ തന്റെ സൈക്കിൾ വിവിധ വസ്തുക്കൾ ഉപയോഗിച്ച് അലങ്കരിച്ചിട്ടുമുണ്ട്. ഫുട്ബോളിനോടുള്ള ആവേശം കൂടുന്തോറും കോവിഡ് കാലമായതിനാൽ നിതാന്ത ജാഗ്രത വേണം എന്നതാണ് തന്റെ ഈ സൈക്കിൾ യാത്രയിലൂടെ ഉദ്ദേശിക്കുന്നതെന്ന് റഹ്മാൻ പറയുന്നു. കൊച്ചിയിൽ കളി കാണാൻ സൈക്കിളും കൊണ്ടാണ് പോയത്. ഇത്തവണ പോകാൻ നിവൃത്തിയില്ല. ഗോവയിൽ കളിയും കാണിക്കുന്നില്ല. അത് കാരണം ഇങ്ങനെ ഒരു പരിപാടിക്ക് വേണ്ടി കൊച്ചിക്ക് പോകാൻ ഉണ്ടായിരുന്നു, കളി ഉണ്ടായിരുന്നു. പക്ഷെ എന്തെങ്കിലും കളി കാണിക്കുന്നില്ല. അപ്പം നാളെ വൈകിട്ട് ടി വിയിൽ നിന്ന് കളി കാണാമെന്ന് വിചാരിച്ചു. ഈ സൈക്കിളും കൊണ്ട് ഞാൻ ഇവിടുന്ന് കൊച്ചിക്ക് സൈക്കിൾ ചവിട്ടിയാണ് പോയത്. ഇതുപോലെ ബാൻഡൊക്കെ വെച്ച് കെട്ടി കളി കാണാൻ. ഇത്തവണ കളി കാണാൻ നിവൃത്തിയില്ല. ഗോവയ്ക്ക് പോയാലും അവിടെ കളി കേട്ടത്തില്ല. ഫുട്ബോൾ കളിയെ ഹൃദയത്തിൽ കൊണ്ടു നടക്കുന്ന റഹ്മാൻ ഇന്ത്യയിൽ എവിടെ പ്രധാന മത്സരങ്ങൾ നടന്നാലും തന്റെ സൈക്കിളിലാണ് അവിടെ എത്തുക. ഇത്തവണ ISL മത്സരങ്ങൾ നേരിൽ കാണാനാകാത്തതിന്റെ നിരാശയിലാണ് റഹ്മാൻ. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. പരിയാരത്തെ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ റോഡുകൾ തകർന്ന് യാത്ര ദുരിതമായി മാറി. വാഹനങ്ങൾ പോകുമ്പോൾ കല്ലിളകി ദേഹത്ത് തെറിക്കുന്നതും പതിവായിരിക്കുകയാണ്. മെഡിക്കൽ കോളേജ് പരിസരത്തെ പല റോഡുകളും തകർന്ന നിലയിലാണ്. കുണ്ടും കുഴികളും നിറഞ്ഞ റോഡായതിനാൽ വാഹനയാത്ര ദുരിതമായി മാറിയിരിക്കുകയാണ്. തകർന്ന റോഡായതിനാൽ കല്ലുകൾ ഇളകിത്തെറിക്കുന്നതും പതിവാണ്. റീടാറിംഗ് നടത്തിയിട്ട് വർഷങ്ങൾ കഴിഞ്ഞു. തകർന്ന റോഡിലൂടെ ടാക്സി വാഹനങ്ങൾ കടന്നുവരാനും മടിക്കുന്നുണ്ട്. തകർന്ന റോഡുകൾ എത്രയും പെട്ടെന്ന് തന്നെ റീടാറിംഗ് നടത്തി ഗതാഗതം സുഗമമാക്കണമെന്ന് ടാക്സി തൊഴിലാളികൾ ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, പിലാത്തറ. രക്താർബുദത്തെ തുടർന്ന് ചികിത്സയിൽ കഴിയുന്ന തിമിരി ചുങ്കസ്ഥാനത്തെ EV പ്രണവിന്റെ ചികിത്സയ്ക്ക് പണം കണ്ടെത്താൻ തിമിരിയിലെ ഉണർവ് സ്വാശ്രയ സംഘം പ്രവർത്തകർ മാജിക്കും ഗാനമേളയും കോർത്തിണക്കി സാന്ത്വന സംഗീതയാത്ര സംഘടിപ്പിച്ചു. പാടിയോട്ടുചാലിൽ നിന്നും വെള്ളോറയിലേക്കാണ് ധനസമാഹരണ യാത്ര സംഘടിപ്പിച്ചത്. പാടിയോട്ടുചാലിൽ നിന്നും ആരംഭിച്ച് ചെറു ടൗണുകൾ ചുറ്റി പെരിങ്ങോം, മാത്തിൽ, മാതമംഗലം വഴി വെള്ളോറയിലേക്കാണ് ധനസമാഹരണ യാത്ര സംഘടിപ്പിച്ചത്. നിരവധി വ്യക്തികളും സംഘടനകളും ഇതുമായി സഹകരിച്ചു. പരിപാടിയുടെ ഉദ്ഘാടനം പാടിയോട്ടുചാൽ ടൗണിൽ വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് പ്രസിഡന്റ് ലക്ഷ്മണൻ നിർവഹിച്ചു. EV മനോജ്, TP ബാബു എന്നിവർ നേതൃത്വം നൽകി. തലശ്ശേരി ക്യാൻസർ സെന്ററിൽ ചികിത്സയിൽ കഴിയുന്ന പ്രണവിനെ മജ്ജമാറ്റിവെക്കൽ ശസ്ത്രക്രിയയിലൂടെ മാത്രമേ ജീവിതത്തിലേക്ക് തിരികെ എത്തിക്കാൻ കഴിയൂ. ദാതാവിനെ കണ്ടെത്തുന്നതിനും ചികിത്സയ്ക്കുമായി 65 ലക്ഷത്തോളം രൂപ ചിലവ് വരും. പ്രണവിന്റെ നിർധനരായ മാതാപിതാക്കൾക്ക് ഇത്രയും വലിയ തുക കണ്ടെത്താൻ സാധിക്കാത്ത സാഹചര്യത്തിലാണ് നാട്ടുകാർ ചികിത്സാ സഹായ കമ്മിറ്റി രൂപീകരിച്ച് ധനസമാഹരണം നടത്തുന്നത്. പ്രണവ് ചികിത്സയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആണ് ഞങ്ങൾ ഈ പരിപാടിയുമായി ബന്ധപ്പെട്ടുള്ളത്. തിമിരിയിലെ ഉണർവ് സ്വാശ്രയ സംഘമാണ് മുന്നോട്ട് കൂടുന്നത്. 23 വയസ്സ് മാത്രം പ്രായമുള്ള പ്രണവ് എന്ന ചെറുപ്പക്കാരന് രക്താർബുദം ബാധിച്ച് ഇപ്പോൾ മലബാർ ക്യാൻസർ ചികിത്സയിലാണ്. 65 ലക്ഷത്തോളം രൂപ ചെലവ് വരും പ്രണവിൻ്റെ മജ്ജമാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തണമെങ്കിൽ. നാട്ടുകാർ ഒരു കമ്മിറ്റി രൂപീകരിച്ച് എല്ലാ പ്രദേശത്തും ആവശ്യമായ പ്രവർത്തനം നടത്തുന്നുണ്ട്. വലിയ നെറ്റ്വർക്ക് ന്യൂസ്, ചെറുപുഴ. പയ്യന്നൂർ നഗരസഭയിലെ 18ാം വാർഡ് LDF തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർ UV ഷേണായി ഉദ്ഘാടനം നിർവഹിച്ചു. പയ്യന്നൂർ സായിബാബ മന്ദിരത്തിന് സമീപമാണ് തിരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. KV പത്മനാഭൻ അധ്യക്ഷത വഹിച്ചു. വാർഡ് കൺവീനർ P ശ്യാമള, സ്ഥാനാർത്ഥി K രമേശൻ, N സുരേഷ്, CV ദിലീപൻ തുടങ്ങിയവർ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. സുഭിക്ഷ കേരളം പദ്ധതിയുടെ ഭാഗമായി മത്സ്യകൃഷി ആരംഭിച്ചു. ചെറുതാഴം ബാങ്കിന്റെയും ഫിഷറീസ് വകുപ്പിന്റെയും ചെറുതാഴം പഞ്ചായത്തിന്റെയും സഹകരണത്തോടെ ചെറുതാഴം സെന്ററിൽ നടന്ന പരിപാടി ബാങ്ക് പ്രസിഡന്റ് CM വേണുഗോപാലൻ ഉദ്ഘാടനം ചെയ്തു. സുഭിക്ഷ കേരളം പദ്ധതിയുടെ ഭാഗമായാണ് മത്സ്യകൃഷി ആരംഭിച്ചത്. ബയോഫ്ലോക്ക് മത്സ്യകൃഷിയിൽ മത്സ്യക്കുഞ്ഞുങ്ങളെ നിക്ഷേപിച്ചുകൊണ്ട് ചെറുതാഴം ബാങ്ക് പ്രസിഡന്റ് CM വേണുഗോപാലൻ ഉദ്ഘാടനം ചെയ്തു. AV മണിപ്രസാദ്, N ബാലകൃഷ്ണൻ, CH പാപ്പച്ചൻ തുടങ്ങിയവർ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. പയ്യന്നൂർ നഗരസഭയിലേക്കുള്ള സ്ഥാനാർത്ഥികളുടെ നാമനിർദ്ദേശ പട്ടികയുടെ സൂക്ഷ്മ പരിശോധന പൂർത്തിയായി. 44 വാർഡുകളുള്ള നഗരസഭയിൽ ആകെ 255 പത്രികകളാണ് ലഭിച്ചത്. മുഴുവൻ പട്ടികയും അംഗീകരിച്ചു. രാമന്തളി പഞ്ചായത്തിൽ 62ഉം
കരിവെള്ളൂർ പെരളം പഞ്ചായത്തിൽ 65 പത്രിക ലഭിച്ചു, മുഴുവനും അംഗീകരിച്ചു. കുഞ്ഞിമംഗലം ഗ്രാമപഞ്ചായത്തിൽ 83 പത്രിക ലഭിച്ചതിൽ 2 ഡമ്മി സ്ഥാനാർത്ഥികളുടെ പത്രിക തള്ളി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കോവിഡ് മഹാമാരിയുടെ മറവിൽ സംസ്ഥാനത്ത് പിണറായി സർക്കാർ നടത്തിയത് കോടാനുകോടിയുടെ അഴിമതിയാണെന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ MP. പയ്യന്നൂർ മുനിസിപ്പൽ തെരഞ്ഞെടുപ്പ് കൺവെൻഷനും തെരഞ്ഞെടുപ്പ് കമ്മിറ്റി രൂപീകരണവും MP ഉദ്ഘാടനം ചെയ്തു. തന്നിഷ്ടപ്രകാരമുള്ള ഭരണമാണ് LDF കാഴ്ചവെച്ചതെന്ന് BJP നേതൃത്വം. ബോംബ് ഭീഷണിയുടെ പശ്ചാത്തലത്തിൽ ഏഴിമല നേവൽ അക്കാദമി പരിസരത്ത് പരിശോധന കർശനമാക്കി. ബോംബ് സ്ക്വാഡിന്റെയും ഡോഗ് സ്ക്വാഡിന്റെയും നേതൃത്വത്തിലായിരുന്നു പരിശോധന. പരിയാരം ഗവൺമെന്റ് ആയുർവേദ മെഡിക്കൽ കോളേജിൽ കോവിഡ് മുക്തർക്കുള്ള പ്രത്യേക ചികിത്സാ പദ്ധതിയായ പുനർജനിയുടെ വിപുലമായ ഗവേഷണ ക്ലിനിക് ആരംഭിച്ചു. ക്ലിനിക് ലക്ഷ്യമിടുന്നത് ആരോഗ്യ പ്രശ്നങ്ങൾ പരിഹരിക്കാനും മറ്റു രോഗങ്ങളുടെ തീവ്രത ലഘൂകരിക്കാനും. പരിയാരത്തെ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് പരിസരത്ത് ഉപയോഗിച്ച മാസ്കുകൾ അലക്ഷ്യമായി വലിച്ചെറിയുന്നു. നടപടി വേണമെന്ന് പ്രദേശവാസികൾ. ആശുപത്രിയിലേക്കുള്ള റോഡുകൾ തകർന്ന് യാത്ര ദുരിതമാവുന്നതായും ടാക്സി തൊഴിലാളികൾ. സമൂഹ മാധ്യമങ്ങൾ വഴിയുള്ള പുത്തൻ തെരഞ്ഞെടുപ്പ് പ്രചരണം ശ്രദ്ധേയമാകുന്നു. സിനിമാ ഡയലോഗുകൾ കോർത്തിണക്കിയുള്ള പ്രചരണ പോസ്റ്ററുകൾക്ക് വൻ ഡിമാൻഡ്. വെള്ളിയാഴ്ച മുതൽ ഗോവയിലെ മൈതാനത്ത് പന്തുരുളുമ്പോൾ ഫുട്ബോൾ ആവേശം മറച്ചുവെക്കാതെ ഒരു ഫുട്ബോൾ പ്രേമി കാങ്കോലിലും. മലയോരത്തിന്റെ പ്രകൃതി സൗന്ദര്യം പ്രയോജനപ്പെടുത്തി ആഭ്യന്തര വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്ന പദ്ധതി അനിശ്ചിതത്വത്തിൽ. ഇടതുമുന്നണിയുടെ പ്രകടന പത്രികയിൽ പദ്ധതി ഉൾപ്പെടുത്തിയ പ്രതീക്ഷയിൽ മലയോരവാസികൾ. നെറ്റ്വർക്ക് ന്യൂസ് അവർ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.